ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ കസിൻസിനോ നിങ്ങളുടെ ചേട്ടന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ 99.9% ഉപകാരപ്പെടും. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ലെവല് അത്ര പീക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. കാരണം മുന്നേ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറ്റബോധം അടിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. വീഡിയോയുടെ അവസാനം വരെ കാണാം. അവസാനം വരെ കണ്ടിട്ടും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം MBBS ചൂസ് ചെയ്യാം. ആദ്യത്തെ കേസ്, നാട്ടിലാവട്ടെ വിദേശത്താവട്ടെ എവിടെ MBBS ചെയ്താലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്കി ഡിഗ്രി കോഴ്സുകൾ പോലെ ചെറിയ ചെറിയ വർഷങ്ങളായിരിക്കില്ല. സ്ട്രെച്ച് ചെയ്ത് ഒരു 8, 10, 12 വർഷം MBBS ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്ര പേർക്ക് ഗ്രാജുവേറ്റ്സ് വന്നതിൻ്റെ പേരിൽ തന്നെ വെറുതെ MBBS എടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യണം, അത് കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ ഇൻറ്റേൺഷിപ്പ് പരിപാടികളൊക്കെയും കൂടി ആയിട്ട് ഒരു 10-12 വർഷം, 12 അല്ല ഇതിന് കൂടുതൽ വർഷം സുഖസുന്ദരമായിട്ട് പോയി കിട്ടും. അത് നാട്ടിൽ പഠിച്ചാലും ശരി, വിദേശത്ത് പഠിച്ചാലും ശരി. വിദേശത്ത് പഠിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വർഷങ്ങൾ പോയി കിട്ടും. കാരണം നാട്ടിൽ വന്നിട്ട് പിന്നെ ലൈസൻസിങ് എക്സാം അങ്ങനെ കുറേ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ പോവാം. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പഠിത്തമാണ് MBBS എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സാലറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാലറി നിങ്ങൾക്കും അറിയാമല്ലോ. പുറത്തേക്കാണെങ്കിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങോട്ടേക്ക് കയറി പോകാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നല്ല രീതിയിൽ. ഇനി നാട്ടിലെ കേസിനെ കുറിച്ച് അധികം പറയണില്ല. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്ന കേസിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും നാട്ടിൽ പഠിക്കാൻ പറ്റില്ല, അതൊരു റിയാലിറ്റിയാണ്. അത്ര വലിയ സീറ്റ് നമ്മുടെ നാട്ടിൽ ഇല്ല MBBS പഠിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ഭൂരിപക്ഷം ആൾക്കാർ പുറത്ത് പോയി MBBS പഠിക്കും, സ്വാഭാവികം. അതിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അവർക്ക് MBBS പഠിക്കാൻ ആഗ്രഹം അത്രമേലുണ്ടെങ്കിൽ അവർ പോയി പഠിച്ചോട്ടെ. പക്ഷേ ആഗ്രഹം ഇല്ലാത്തവർ വീട്ടുകാരുടെ പ്രഷർ കാരണം പഠിക്കാൻ പോകുന്നുണ്ട്. അവരവിടെ പോയി പഠിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നം. അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല, അത് ലാസ്റ്റിലേക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് എത്തിക്കോളും. അപ്പോൾ ഒന്നാമത്തെ കേസ്, വിദേശത്തെ MBBS അത്രയും ക്വാളിറ്റി ഉണ്ടോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 70-30% എനിക്ക് പറയാൻ പറ്റും. അതിന് കാരണം ഞാൻ അങ്ങനെ ഒരു രാജ്യത്തുണ്ടായിരുന്നു. ഒരു സമയത്ത് ഏജൻസിക്കാരൊക്കെ വാനോളം പുകഴ്ത്തിയിരുന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ യുദ്ധം വന്ന് ആകെ പ്രശ്നമായിപ്പോയി. അതുവരെ യുദ്ധം വരുന്നത് വരെ ആ രാജ്യമായിരുന്നു MBBSന് ഏറ്റവും ടോപ്പ് നോച്ച്. ഞാൻ ആ രാജ്യത്തെ പല MBBS യൂണിവേഴ്സിറ്റിയിലും പോയിട്ടുണ്ട്. അവിടെ പലവരിൽ നിന്നും പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം വിളിച്ചു പറയാൻ നിന്നിട്ടില്ല, പക്ഷേ ഉള്ളതിൽ ഭേദപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് പോസിറ്റീവ്സ്, നെഗറ്റീവ്സ് അത്രയും കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അധികം വിളിച്ചു പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് MBBSൻ്റെ ആ ഒരു കേസ്. അത് വിദേശത്തെ എല്ലാ രാജ്യത്തെയും കേസല്ല. ഏജൻസിക്കാർ അഡ്വർടൈസ് ചെയ്യുന്നത് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ഫീസ് എന്ന് പറഞ്ഞ് നമ്മളെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ യുദ്ധം വന്നതിൻ്റെ പേരിൽ രാജ്യം മാറ്റി പല രാജ്യങ്ങളിലേക്ക് ആക്കി ഇന്ന രാജ്യമാണ് നല്ലതെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും അവിടെ കൊടുക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ്. അത് ഒരു ഏജൻസി കുറേ കാശ് കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ യൂണിവേഴ്സിറ്റി ഏതാണ്ട് അവർ കരാറെടുത്തിട്ട് അതിൽ നിന്ന് പിള്ളേരെ പഠിപ്പിച്ചിറക്കുന്ന ഒരു പരിപാടി, തട്ടിക്കൂട്ട് സെറ്റപ്പ്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. രാജ്യം ഞാൻ പറയാത്തതാണ്. ഇപ്പോൾ ഓരോ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ ഓരോ രാജ്യങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടു. ഇപ്പോൾ ഞാൻ ഉണ്ടായ ഒരു രാജ്യത്ത് യുദ്ധം വന്നപ്പോൾ അവിടുന്ന് പിള്ളേർ പെടാപ്പാട് വിട്ടു. കുറേ ആൾക്കാർക്കൊന്നും മാർക്ക് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല, അവർ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെടുത്തി കളഞ്ഞു. കുറേ പേർക്കൊക്കെ കിട്ടി, പക്ഷെ അവർക്ക് മാറാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം എങ്ങനെയാണോ അതേ റേഞ്ചിലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മാറാൻ പറ്റിയിട്ടുള്ളൂ. അതല്ലാതെ അവരാ നിന്നോടത്തുനിന്ന് സ്റ്റെപ്പ് ഒന്ന് ഉയർന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ ആർക്കും മാറാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ വലിയൊരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ രാജ്യം ചൂസ് ചെയ്യുമ്പോൾ നല്ല രാജ്യം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പലരും പറയും കാശ്. പക്ഷേ ആ കാശ് കൂടുതലുള്ള ഒരു രാജ്യത്ത് നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ പ്ലസ് ജോബ് സെക്യൂരിറ്റി അത് നല്ല രീതിയിലുണ്ടാവും. അത് ഈ പറയുന്ന കുഞ്ഞു രാജ്യത്ത് നിന്ന് പഠിച്ചിറങ്ങിയാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ വിലയുള്ളൂ, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് NMC റൂൾസും. അത് തുമ്മിയെ തെറിക്കുന്ന പോലെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളൊരു ഏജൻസി വന്നിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് അവിടെ ഇത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ കമുത്താം ഇങ്ങനെ കമുത്താം, പൊന്നു മക്കളെ അല്ല കേട്ടോ. കാരണം ഓരോ രാജ്യത്തു നിന്നും ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ മീറ്റ് ചെയ്താലാണ്
നാട്ടിൽ വന്നിട്ട് FMG പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ FMG പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അതൊക്കെ ഒന്ന് നോക്കാം. അവിടെ കുറച്ച് ഇന്ത്യൻസും കുറച്ച് മലയാളികളും പഠിക്കുന്നുണ്ടെന്നും പറഞ്ഞ് നത്തിങ്സ് ഗോണ ചേഞ്ച്. നിങ്ങളുടെയാണ് ലൈഫ്. നിങ്ങളുടെ ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫീസ് കുറവാണെന്നും കേട്ട് ഒരു രാജ്യത്തേക്ക് ചാടിത്തുള്ളി പോകരുത്. അപ്പോൾ പറയാം അവിടെ സ്റ്റുഡൻസ് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞല്ലോ എന്ന്. ഞാനും ഒരു കാലത്ത് ആ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരുന്നിരുന്ന ഒരാളാണ്. ലക്ഷങ്ങളുടെ പരിപാടിയാണ്. നിങ്ങൾ ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. അവർക്ക് സ്വന്തമായിട്ടൊരു അഡ്മിഷൻ ഓഫീസ് ഉണ്ടാവും. അവർക്ക് നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യും. റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കുഴപ്പമില്ല. ഒരു റെസ്പോണ്ടും ഇല്ല, ഒരു ഏജൻസി വഴിയ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ വലിയ മിച്ചമൊന്നുമില്ല. ഇംഗ്ലീഷ് അറിയാവുന്നില്ല ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അത്രയും കഷ്ടപ്പാടാണ്. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഏജൻസി പോലും ഇല്ല. കാരണം ഒരു കമ്മീഷൻ പരിപാടിയോ ഒന്നുമില്ല. എൻ്റെ യൂണിവേഴ്സിറ്റി പഠിക്കണോ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സെക്ടറിലേക്ക് നമ്മൾ മെയിൽ അയക്കുക. അവർ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ചോദിക്കും. അത് നമ്മൾ കൊടുക്കുക. അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൽ നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും. അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് വരുള്ളൂ. അതേപോലെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കേസ്. ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും വായോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ. ഇപ്പോൾ പോളണ്ടിൽ MBBS ആയാലും അത് തന്നെ സെയിം സ്കീം. ഏജൻസിക്കാരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പക്ഷേ സെയിം പ്രൊസീജിയറാണ്. പഠിച്ചേ പറ്റൂ. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഉണ്ട്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്. ഈ കുഞ്ഞു രാജ്യത്തൊക്കെ പഠിക്കാൻ നിൽക്കുന്നവർ, എനിക്കറിയാം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാരണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ നല്ല രാജ്യത്ത് പോയി പഠിക്കാൻ നോക്കാം. ഏജൻസിക്കാർ പറയുന്ന കേട്ടിട്ട് കൂടെ രാജ്യത്തൊന്നും പോയി പഠിച്ച് പെടാൻ നിൽക്കരുത്. പെടണമെന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പഠിക്കാൻ നോക്കുക. തിരിച്ച് നാട്ടിൽ പോയിട്ട് FMG എഴുതിയെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാബ് ആയാലും ശരി, USMLE ആയാലും ശരി, എഴുതിയെടുക്കാൻ നോക്കുക. അതൊന്നും എളുപ്പമല്ല. അതേപോലെ തന്നെ ഈ ഏജൻസിക്കാർ തന്നെ നിങ്ങളെ കൊണ്ടുപോയിട്ട് MBBS വിദേശത്ത് ഏതെങ്കിലും കുഞ്ഞു രാജ്യത്ത് തീർത്തിട്ട് നാട്ടിൽ തന്നെ നിങ്ങൾക്ക് കോച്ചിങ് തരും, അത് തരും, ഇത് തരും. കുറേ കാശ് ഇറങ്ങുന്ന പരിപാടിയാണ്. അപ്പോൾ നോക്കിയും കണ്ടും ഈ കോഴ്സ് എടുക്കുക. MBBS അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്തും. ഇതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് മുന്നുണ്ടായ രാജ്യത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു സൈഡ് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്ന് ഞാൻ ആ ഒരു കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയോ അന്നാണ് എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ആയി തുടങ്ങിയത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എപ്പൊക്കെ ഒരു +2 പരീക്ഷ കഴിഞ്ഞ് നീറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യം പറയാനൊരു അവസരമുണ്ടോ ഞാൻ പറയുമെന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതിലിപ്പോൾ വ്യൂസ് കുറവായിരിക്കാം, വ്യൂസ് കൂടുതലായിരിക്കാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഐ എം ജസ്റ്റ് ഡൂയിങ് മൈ തിങ്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അത് നിങ്ങൾക്ക് MBBS പഠിക്കണോ പഠിച്ചോ. നല്ല രീതിയിൽ പഠിക്കാവുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തോർത്തി പോയിട്ട് രാജ്യത്ത് മുമ്പ് പഠിക്കാൻ നിൽക്കരുത്. ഒന്നല്ലെങ്കിൽ റിപ്പീറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് എഴുതിയെടുക്കാൻ നോക്ക്. നാട്ടിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. വിദേശത്തൊക്കെ പല രാജ്യത്തും പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവിടെ ഇൻറ്റേൺഷിപ്പ് പോലും വരിക ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം എനിക്ക് ഒരു രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയണ്ടെന്ന് വെച്ചിട്ടാണ്. തുമ്മിയെ തെറിക്കണ പോലെ ഓരോ കോളേജുകൾ, പ്രൈവറ്റ്, പബ്ലിക് ഒക്കെ കണക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കാശ് ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി, അതായത് 2 ലക്ഷത്തിനൂടെ കുറച്ചും കൂടി ലക്ഷം ഇറക്കിയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിൽ ഒന്ന് പഠിക്കുക. യൂറോപ്യൻ രാജ്യം എന്ന് പറയുന്ന വൃത്തികെട്ട അഡ്വർടൈസ്മെൻറ്റിൽ പോയി വീഴാതിരിക്കുക. കുറേ പറയണമെന്നുണ്ട്, പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുക. കാരണം എനിക്ക് പിടിച്ചെന്ന് പോകണ്ടേ. മൊത്തത്തിലൊരു വലിയ ഒരു ഉടായ്പ് മയത്തിൻ്റെ ഉള്ളിലേക്കായിരിക്കും നിങ്ങൾ ഈ MBBS ഈ ചീഞ്ഞ രാജ്യത്തൊക്കെ പോയി പഠിച്ച് നടക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടുന്നവരില്ല എന്നല്ല, രക്ഷപ്പെടുന്നവരുണ്ട്. അവരത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇതിനു വേണ്ടി ചെറുപ്പം തൊട്ട് ത്യജിച്ച് വന്നവരായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നശിക്കാൻ വേണ്ടി വരുന്നവരും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാം മനസ്സിലാക്കി, എല്ലാം അറിഞ്ഞ് കയറിച്ചെല്ലാം നോക്കുക. പിന്നെ ഇതുണ്ടെന്ന് പറഞ്ഞ് തള്ളി മറിക്കണ ഏജൻസിക്കാരെ വിശ്വസിക്കാതിരിക്കുക. ഏജൻസിക്കാരെ കണ്ടിട്ട് രാജ്യം ചൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഫോൺ എന്ന് പറയുന്നൊരു സുനാപ്പി ഉണ്ട്. അത് ചരണ്ടി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടും. ഏജൻസിക്കാരെ ദൈവത്തോർത്ത് വിശ്വസിക്കാതിരിക്കുക. വിശ്വസിച്ചോ, നിങ്ങൾക്ക് അത്രമേൽ ഉറപ്പുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം വിശ്വസിക്കാതിരിക്കുക. ഇന്ന് കാണുന്നവനെ ഡാഡി എന്ന് വിളിക്കുന്ന ടീമുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എന്തോ പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും അല്ല, ചീഞ്ഞ രാജ്യത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എനിക്കിപ്പോഴും കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട്. ഇപ്പോഴും അത് ഷെയർ ചെയ്യാൻ കുഴപ്പമില്ല. ഒരു പുള്ളിക്കാരൻ ആവശ്യത്തിന് നല്ല ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാളാണ്.
പുള്ളി വിളിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം രംഗത്തിൽ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അനിയത്തിക്ക് MBBS വിടണം. പുള്ളി എൻ്റെ അടുത്ത് എവിടെ വിടണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂറോപ്യൻ യൂണിയനിലേക്ക് വിടാൻ പറഞ്ഞു. ഏതെങ്കിലും രാജ്യത്ത് എവിടെയായാലും കുഴപ്പമില്ല, യൂറോപ്യൻ യൂണിയനിലേക്ക് വിട്, അറ്റ്ലീസ്റ്റ് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും, തെറ്റില്ലാത്ത നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുള്ളിയുടെ അനിയത്തിക്ക് വേറൊരു ചീഞ്ഞ രാജ്യത്തേക്ക് പോയാൽ മതി. അവിടെ പാസ് ഔട്ട് പോലും ഇല്ലാത്തൊരു കോളേജ്, എന്തുറപ്പ് ഒന്നുമില്ല. അവിടെ കുറച്ച് മലയാളി പിള്ളേരുണ്ട്. ഈ കൊച്ചിൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലാവുള്ള ഈ ഫ്രണ്ടിൻ്റെ, അതായത് ഈ പുള്ളിയുടെ അനിയത്തിയുടെ ഫ്രണ്ട്സ് വിളിയോടുകൂടി അവിടെ ഈ കുട്ടി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സിന് ഈ ഏജൻസിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടും. എന്നിട്ട് ഈ കുട്ടി അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ അറിയേണ്ട ആവശ്യമില്ല, എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇതൊരു വലിയൊരു മാർക്കറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതാക്കാൻ നോക്കാം. നിങ്ങളുടെ ചുറ്റും കുറേ പേര് ഇത് സൂപ്പറാണ്, അത് സൂപ്പറാണ്, മറ്റേ സൂപ്പറാണ്, എല്ലാം അടിപൊളിയാണ്, ഒക്കെ സൂപ്പർ അടിപൊളി ബായോ നമുക്ക് പൊളിക്കാം. ഈ പഠിത്തം കഴിഞ്ഞിട്ടൊരു ലൈഫുണ്ട്. ആ ലൈഫിന് നിങ്ങൾക്ക് ഉറച്ച ഒരു ബേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒലിച്ചങ്ങോട്ട് പോകും. അതും കൂടി മനസ്സിൽ വെക്കാം. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. കണ്ടറിഞ്ഞ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെയാണ് ലൈഫ്. അപ്പം ശരി, ബൈ ബൈ.